ചെറുപ്പം മുതൽ അവൾ സുപ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളെയും പ്രകൃതിയിലെ കുഞ്ഞു പൂക്കളെയും കുഞ്ഞു പറവകളെയും സ്നേഹിച്ചു. മനുഷ്യജീവിതത്തിൻ്റെ പ്രതീതികൾ പ്രപഞ്ചവസ്തുക്കൾ നിറഞ്ഞു നിൽക്കുന്നതായും അവൾ കണ്ടു. കുഞ്ഞായിരുന്നപ്പോൾ അപ്പച്ചനുമൊത്ത് ലിസിയിലെ പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്ന ദിവസങ്ങളെപ്പറ്റി അവൾ വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നു. എൻ്റെ പ്രിയപ്പെട്ട രാജാവ് എന്നെയും കൂട്ടി മീൻ പിടിക്കാൻ കൊണ്ടുപോയിരുന്ന ദിവസങ്ങൾ എനിക്ക് അത്യന്തം ആനന്ദകരമായിരുന്നു. വയലുകളിലും പുഷ്പങ്ങളിലും പക്ഷികളിലുമെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞു ചൂണ്ട കൊണ്ട് മീൻ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പൂക്കൾ നിറഞ്ഞ പുൽത്തകിടിയിൽ പോയി തനിച്ചിരിക്കുന്നതായിരുന്നു എനിക്ക് കൂടുതൽ പ്രിയങ്കരം. അപ്പോൾ ഞാൻ ചിന്താമഗ്നിയാവും. ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാതെ തന്നെ എൻ്റെ ആത്മാവ് സാക്ഷാൽ പ്രാർത്ഥനയിൽ ആണ്ടുപോകും. വിദൂരത്തെ ശബ്ദങ്ങളും കാറ്റിൻ്റെ മർമരാരവും പട്ടാളക്കാരുടെ അവ്യക്തമായ ഗാനത്തിൻ്റെ ധ്വനിയും എനിക്ക് കേൾക്കാമായിരുന്നു. ഈ സ്വരങ്ങളെല്ലാം എന്നിൽ കൃത്യമായ ഒരു വിഷാദഭാവം ഉളവാക്കി. ഭൂമി ഒരു പ്രവാസ ദേശമാണെന്ന് തോന്നി. സ്വർഗത്തെ ഞാൻ വിഭാവനം ചെയ്തു. പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളിലും വസ്തുക്കളിലും ദൈവസാന്നിധ്യത്തെ അവൾ ദർശിക്കുക മാത്രമല്ല, അവയെല്ലാം അവളെ ദൈവത്തിങ്കലേക്ക് എത്തിക്കുന്ന മാർഗമായി അവൾക്ക് കാണുവാനും സാധിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.